ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ റോസ്നി. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്കാണ്, വൈറ്റനിങ് ഫേസ് പാക്ക്. നല്ല റിസൾട്ട് കിട്ടും. ഒറ്റ വട്ടം തേച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തൈര്, പിന്നെ മുട്ടൻ്റെ വെള്ള, പിന്നെ പുതിർത്തി വെച്ച വെള്ളക്കടല. ഇത് മിക്സിയിലിട്ട് അരക്കണം. വെള്ളക്കടല നമുക്ക് വേണ്ടത്ര എടുക്കാം. തൈര് 2 ടീസ്പൂൺ, മുട്ടൻ്റെ വെള്ള അത് ഫുള്ളും. അത് മിക്സിയിലിട്ട് അരക്കണം. ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് അപ്പം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതൊന്നിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഇത് ചൂടാക്കി ഒരു ക്രീം പോലെ ആക്കണം, ഒരു കട്ടിയുള്ള ക്രീം പോലെ ആക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇത് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കണം. എന്നിട്ട് നമുക്ക് മുഖത്തോട്ട് തേക്കാനുള്ള ഒരു ലൂസ് പരുവത്തിൽ വെക്കണം. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഇത് നമുക്ക് മുഖത്തേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് പാക്ക്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ടിയാവും. പിന്നെ തണുക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കട്ടാവും. അപ്പോൾ പാലോ തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ കാര്യം ഇത് മുഖത്തേക്ക് ഒറ്റക്ക് തേക്കുമ്പോൾ നല്ല കഷ്ടപ്പെടും. തേച്ച് പരിചയമുള്ളവർക്ക് ഒറ്റക്ക് തേക്കുമ്പോൾ കുഴപ്പമില്ല. തേച്ച് ഇന്നെപ്പോലെ പരിചയമില്ലാത്ത കുട്ടികൾക്ക് ഇത് തേക്കുമ്പോൾ നല്ല കഷ്ടപ്പെടും. അപ്പം നല്ല കട്ടി തേക്കണം. മൂക്കിലൊന്നും കയറാതെ സൂക്ഷിക്കണം. കൈ നമുക്ക് ശ്രദ്ധിച്ച് പൂർണ്ണ ശ്രദ്ധയാവണമെങ്കിൽ. നല്ല കട്ടിയിൽ തേച്ച് കൊടുക്കേണ്ടത്. പിന്നെ എന്തൊക്കെയാ, ഇത് തേച്ച് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ല വൈറ്റനിങ് വരും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുഴപ്പമില്ല, തേച്ചിരിക്കണേ. എനിക്ക് ഉമ്മയാണ് തേച്ച് തരാറ്, ഞാൻ ഒറ്റയ്ക്ക് തേക്കില്ല. ഇത് തേക്കണതിന് മുമ്പേ നമ്മൾ മുഖം നല്ലോണം കഴുകണം, അഴുക്കൊക്കെ പോക്കണം മുഖത്തെ. പിന്നെ ഈ വെയിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതൊക്കെ തേച്ച പൊടിയിരിക്കും, നല്ല വെളുക്കും. ഞാൻ ഒറ്റ ദിവസത്തിന് തേച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് ഇത് തേച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മസാജ് ചെയ്യണം.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൗത്തിലൊക്കെ തേക്കാം. ഞാൻ കൗത്തിൽ തേക്കണ ഞാൻ ദശക്ക് കുളിക്കാൻ വേണ്ടിയ കുളിച്ചതാണ്. കൗത്ത് തേച്ച് ഇനി കുളിക്കേണ്ടി വരും. ഞാൻ കുളിക്കേണ്ട വരില്ല. ഞാൻ എന്റെ കൗത്ത് കഴുകലൊക്കെ കണ്ട എന്തായാലും കുളിക്കേണ്ടി വരും. മോളെ മേലെ സോറി മേലൊക്കെ എന്താണ് ആവും. അതുകൊണ്ട് ഞാൻ കൗത്തുമ്മ തേക്കണില്ല. ഇങ്ങനെ തേച്ചിട്ട് എൻ്റെ ഒരു കൈമ ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലെങ്ത് കൂടി എന്താണ് പിന്നെ ഈ റിസൾട്ട് കാണാൻ കൈമ തേക്കുന്നുണ്ട്. ഒരു അടയാളം വരെ ഒരു ഭാഗം വരെ ഞാൻ തേച്ചിട്ടുണ്ട്. ഇവിടെ വരെ തേച്ചു. നല്ല മസാജ് ചെയ്ത് വെക്കണം. നല്ല ഒരു 5 മിനിറ്റെങ്കിലും നല്ലൊരു മസാജ് ചെയ്യണം. 2 മിനിറ്റ്. ഇത് ഉണങ്ങിയിട്ടുണ്ട്. കാണാം, ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴുകണം. ലൈവായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതിങ്ങനെ മുക്കിയിട്ട് ഇതാക്കണം. പൊളി സാധനം. ഇത് ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടത്. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് നല്ല റിസൾട്ടാണ്. പൊളിയാണ് സാധനം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ എന്താ പറയാ, ഈ വെയിലത്തുനിന്ന് ഇങ്ങനെ വടി കയറി വരുമ്പോൾ തേക്കാനൊക്കെ സൂപ്പറാണ്. ഇനി കൈമത്ത് കഴുകാം. കൈമത്ത് ലൈവ് ചെയ്യാം. ഞാൻ ഇവിടെ വരെ തേച്ചായിരുന്നു. ഇവിടെ വരെ തേച്ച അയാളെ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ബ്ലാക്ക് ആണ്. പിന്നെ അത് ഫിൽറ്റർ ഒന്നല്ല, സാധാരണ ഫോണിൽ സാധാരണ ക്യാമറയിൽ എടുത്തതാണ്. ഇവിടുന്ന് വൈറ്റ്, ഇവിടെ ബ്ലാക്ക്. ഇത് ഫുള്ളായിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മുഖം കഴുകിയിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ബൈ.